മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതര ആരോപണവുമായി ഭീമനടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോൻ ജോസിനെതിരെ പുറത്തുവന്ന കത്ത് വ്യാജമാണ്. ജോമോനെതിരായ കത്തിൽ ഒപ്പുവച്ചില്ലെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പുവച്ചതെന്നും മുഹമ്മദ് ഷെരീഫ് 24-നോട് പറഞ്ഞു. ദീപാദാസ് മുൻഷിക്ക് നമ്മൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ഒപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പ് ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസിൻ്റെ കയ്യിലുള്ള തൃക്കരിപ്പൂർ മണ്ഡലം നമുക്ക് പാർട്ടിക്ക് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം സ്വരൂപിച്ച് ACCക്കും അതേപോലെ പ്രതിപക്ഷ നേതാവിനടക്കമുള്ള എല്ലാ ആളുകൾക്കും പരാതി ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരെയും ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ആരോ ഒപ്പ് ശേഖരിക്കും? DCC പ്രസിഡന്റ് തന്നെ ശേഖരിച്ചാണ്. നമ്മൾ കൊടുത്തത് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതാണ്. വെറും ബ്ലാങ്ക് പേപ്പറാണ്. അതെ. അത് ഒരു കത്തിന് വേണ്ടി നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ബാക്കി ചെയ്തെന്നുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്താണ് വിഷയം നടന്നിട്ടുള്ളത് നമുക്കിപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇല്ല. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറ്റും. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരണവുമായി. അരുൺ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ രീതിയിൽ കാസർഗോഡിലെ കോൺഗ്രസിൽ എന്താണ് ഇപ്പോൾ പുതിയ ഈ തർക്ക വിഷയം? DCC പ്രസിഡന്റിനെതിരെയാണല്ലോ ഇപ്പോൾ ഈ മുഹമ്മദ് ഷെരീഫ് എന്ന നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കൈവശമുള്ള തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലി നിലവിൽ തന്നെ UDF-ൽ തർക്കം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ഉയർന്നു കഴിയുകയും ചെയ്തിരുന്നു. ഇതിനിടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോമോൻ ജോസും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് PK ഫൈസലുമൊക്കെ രംഗത്ത് വരികയും ചെയ്തു. ഇന്ന് രാവിലെ ഒരു കത്ത് DCC പ്രസിഡന്റ് നൽകിയ ഒരു കത്ത് അത് പുറത്തു വന്നു. അതിൽ പറയുന്നത് ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 10 കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഒപ്പുവെച്ച കത്താണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജോമോൻ ജോസിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കരുത്, സംഘടനാപരമായി ഒരു തരത്തിലും സഹകരിക്കാത്ത ആളാണ് ജോമോൻ ജോസഫ് എന്നൊക്കെയാണ് ആ കത്തിൽ പറയുന്നത്. ദീപാദാസ് മുൻഷിക്ക് ഈ മണ്ഡലം പ്രസിഡന്റുമാർ നൽകിയ കത്ത് എന്ന രീതിക്കാണ് അത് പുറത്തു വരികയും മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തത്. ആ മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചപ്പോഴാണ് അതിലെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. അവരാരും തന്നെ ആ കത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്ന കാര്യമാണ് ഇവർ തുറന്നു പറയുന്നത്. ബ്ലാങ്ക് പേപ്പറിൽ 4 ദിവസം മുൻപ് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പ് ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് സമീപിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഈ കേരള കോൺഗ്രസിന്റെ കൈവശമുള്ള തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കാണിച്ച് കത്ത് നൽകാനുള്ള കത്താണ് എന്നായിരുന്നു DCC പ്രസിഡന്റ് ഈ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ തന്നെ അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാങ്ക് പേപ്പറിൽ DCC പ്രസിഡന്റിനെ ഒപ്പിട്ട് നൽകിയെന്ന് മണ്ഡലം പ്രസിഡന്റുമാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ 4 കത്ത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, മറ്റൊന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും KC വേണുഗോപാലും ദീപാദാസ് മുൻഷിക്കുമാണ്. ഈ കത്തിലുള്ള ഒപ്പ് അത് എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് ഈ ബ്ലാങ്ക് പേപ്പറിലെ ഒപ്പ് DCC പ്രസിഡന്റ് മാറ്റി കത്ത് നൽകി എന്നാണ് ഇപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ആരോപിക്കുന്നത്. പ്രജിൻ, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.